Hi friends, welcome to my channel. I am Joby Weilingal. മുഖ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഘടകമാണ് നമ്മുടെ ചുണ്ടുകൾ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ലിപ്സിന് സാധാരണ രീതിയിലുള്ള ഭംഗി എന്ന് വെച്ചാൽ അതിൻ്റെ നിറം തന്നെയാണ്. ഇപ്പോൾ ആൺകുട്ടികളാണെങ്കിലും ശരി പെൺകുട്ടികളാണെങ്കിലും ശരി ജനറലായിട്ട് അതായത് നോർമലായിട്ട് അവർക്കുണ്ടാകുന്ന ലിപ്പിൻ്റെ കളറിനേക്കാൾ കൂടുതലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും ചില പൊടിക്കൈകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ. പക്ഷേ അതിനു മുമ്പ് തന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. സാധാരണ രീതിയിൽ ആണുങ്ങൾക്കിടയിൽ സംഭവിക്കുന്ന അവർക്ക് നോർമലായിട്ട് നല്ല നിറത്തോട് കൂടിയ ചുണ്ടുകൾ ഉണ്ടെങ്കിൽ അവരുടെ പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം മൂലം അതായത് സിഗരറ്റ് അല്ലെങ്കിൽ അതുപോലുള്ള മറ്റുള്ള ലഹരി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം മൂലം പലപ്പോഴായിട്ടും അവരുടെ ചുണ്ട് കറുത്തു പോകാറുണ്ട്. അതോടൊപ്പം തന്നെ സാധാരണ രീതിയിൽ നിറം മങ്ങിയ ചുണ്ടുകൾക്കും നല്ല നിറം വെക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. എന്തായാലും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതും അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതും കണ്ടു നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ റെമഡി നമുക്ക് ആണുങ്ങൾക്കും അതോടൊപ്പം തന്നെ പെണ്ണുങ്ങൾക്കും ഒരേപോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. എന്തായാലും അതിനുവേണ്ടി നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ്. ഓക്കെ, അതായത് പ്യുവർ കോക്കനട്ട് ഓയിലിൻ്റെ അകത്ത് വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ സി, മറ്റുള്ള മിനറൽസ്, അതോടൊപ്പം തന്നെ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് നമ്മുടെ ചുണ്ടിലുള്ള ഡെഡ് സെല്ലിനെ അതായത് ബ്ലാക്ക് നിറത്തിലുള്ള ഡെഡ് സെല്ലിനെ മാറ്റിയെടുക്കാൻ വേണ്ടി ഒരുപാട് സഹായിക്കും. ഓക്കെ, അപ്പം ഒരല്പം കോക്കനട്ട് ഓയിൽ ഒഴിക്കാം. അതിനുശേഷം നമുക്ക് വേണ്ടത് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ക്ലിയർ ഹണിയാണ്. ഓക്കെ, അതായത് സാധാരണ നമ്മുടെ ഹണി. അതിലൽപ്പം ഹണി എടുക്കാം. ഹണിക്കകത്തേക്കും ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടി അതുപോലെ തന്നെ നമ്മുടെ ചുണ്ട് സോഫ്റ്റ് ആക്കാനുള്ള ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചുണ്ട് എപ്പോഴും സോഫ്റ്റ് ആയിരിക്കാൻ ഒരുപാട് സഹായിക്കും. ഇനി നമുക്ക് വേണ്ട ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് എന്ന് വെച്ചാൽ ഷുഗറാണ്. ഒരല്പം പഞ്ചസാര ഇതിലേക്കിടാം. അതിനുശേഷം ഇതെല്ലാം ശരിക്കും മിക്സ് ചെയ്യുക. ഓക്കെ, ഇതാ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ വരും. ഒരു ചെറിയ പേസ്റ്റ് രൂപത്തിൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇത് ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഇത് നമുക്ക് ചെറുതായിട്ട് തന്നെ കൈ കൊണ്ട് തന്നെ എടുത്ത ശേഷം നമ്മുടെ ചുണ്ടിൽ പുരട്ടി കൊടുക്കുക. സാവധാനം ഇതുപോലെ തേച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു 3 to 5 മിനിറ്റ് സാവധാനം നിങ്ങൾ മസാജ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. 3 to 5 മിനിറ്റ് മസാജ് ചെയ്ത ശേഷം നിങ്ങളൊരു 10 to 15 മിനിറ്റ് ഇതേപോലെ തന്നെ സൂക്ഷിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ 10 to 15 മിനിറ്റ് ഇതേപോലെ തന്നെ സൂക്ഷിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് അത് ഒരാഴ്ചയിൽ എത്ര തവണ വേണമെങ്കിലും ചെയ്യാം. എല്ലാ ദിവസവും ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല. ഇങ്ങനെ 10 അല്ലെങ്കിൽ 15 മിനിറ്റ് സൂക്ഷിച്ചു കഴിഞ്ഞാൽ 100% നിങ്ങളുടെ ഡെഡ് സെല്ലെല്ലാം അതായത് നിങ്ങളുടെ ചുണ്ടിലുള്ള ഡെഡ് സെല്ലെല്ലാം മാറി അത് പുതിയ ഒരു സെല്ലെല്ലാം വരും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് 100% നിങ്ങളുടെ ഡാർക്കായിട്ടുള്ള നിറമെല്ലാം മാറി പുതിയ നല്ല നോർമലായിട്ടുള്ള നല്ല നിറം വരും എന്നുള്ള കാര്യത്തിലും ഒരു സംശയമില്ല. ഓക്കെ, അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ മാത്രം നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറു ചൂടുവെള്ളം ഉപയോഗിച്ച് വാഷ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ വളരെ ഈസി ആയിട്ടാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നത്. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരേപോലെ തന്നെ ഉപയോഗിക്കാം. എല്ലാ ദിവസവും ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതോടൊപ്പം തന്നെ 100% ഒരു തരത്തിലുള്ള സൈഡ് എഫക്റ്റും ഉണ്ടാകത്തില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഓക്കെ, അപ്പോൾ കണ്ടത് മനോഹരം, കാണാൻ പോകുന്നത് അതിമനോഹരം. നമുക്ക് കാണാൻ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം ജോബി വയലിംഗൽ. അതുവരേക്കും ഷോപ്പ്ലൈൻ. കൂടുതൽ വീഡിയോയ്ക്കും വിശകലനങ്ങൾക്കുമായി ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വെബ്സൈറ്റ് സന്ദർശിക്കുവാനും മറക്കാതിരിക്കുക. ജോബി വയലിംഗൽ.